പാകിസ്ഥാൻ ഇനി ഇന്ത്യയെ ചൊറിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത് ഇന്ത്യൻ പട്ടാളമായിരിക്കില്ല. അതിമാരകമായിട്ടുള്ള ഇന്ത്യൻ ഡ്രോണുകളായിരിക്കും പാകിസ്ഥാനെ ഇനി തകർക്കാനായി പോകുന്നത്. ഈ ഒരു ഡ്രോണിൻ്റെ വില 229 കോടി രൂപയാണ്. ഇന്ത്യ ഒരു ഡ്രോണിന് വേണ്ടി ചിലവാക്കുന്ന പൈസയാണ് പറയുന്നത് 229 കോടി രൂപ. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഈ ഡ്രോൺ എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ വെച്ച് പറത്തിവിടുന്ന ഡ്രോണല്ല, ഒരു വിമാനത്തിൻ്റെ അത്രയുമുള്ള ഡ്രോണാണ്. ഈ ഡ്രോണിൽ നിന്ന് പല തരത്തിലുള്ള മിസൈലുകൾ പാകിസ്ഥാൻ്റെ നെഞ്ചിലേക്ക് എഴുതിവിടാനായിട്ട് നമുക്ക് സാധിക്കും. ഈ 229 കോടി രൂപ നമ്മൾ ചിലവാക്കി 89 ഡ്രോണുകളാണ് നമ്മളിപ്പോൾ വാങ്ങുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയമാണ് ഇത് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി പാകിസ്ഥാനെ നിരീക്ഷിക്കാനും രഹസ്യ വിവരങ്ങൾ നേടാനും പാകിസ്ഥാനുള്ളിലേക്ക് നുഴഞ്ഞു കയറി മിസൈൽ ആക്രമണം നടത്താനും ഡ്രോണുകളെ കൂടുതൽ ആശ്രയിക്കാനാണ് ഇന്ത്യയുടെ 3 സൈനിക വിഭാഗങ്ങളായിട്ടുള്ള കര, നാവിക, വ്യോമസേനകളുടെ ശ്രമം. മിക്കവാറും 3 സേനാ മേധാവികളും ഇന്ത്യയുടെ ആയുധ ശേഖരങ്ങളിൽ ഡ്രോണുകൾക്ക് പ്രാധാന്യം നൽകണമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അഭിപ്രായപ്പെട്ടിരുന്നു. ഇതനുസരിച്ചാണ് പുതുതായി ആയുധങ്ങൾ വാങ്ങുമ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മുൻഗണന നൽകിയത്. ഇതാണ് 87 ഡ്രോണുകൾക്ക് 20,000 കോടി രൂപ ചെലവഴിക്കാൻ തീരുമാനമായത്. എന്തായാലും ഇന്ത്യ വാങ്ങുന്നത് മെയിൽ ഡ്രോണുകളാണ്. ഇന്ത്യൻ കമ്പനി വിദേശ കമ്പനിയുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന ഡ്രോണുകളാണ് ഇന്ത്യ വാങ്ങാൻ പോകുന്ന ഈ മെയിൽ ഡ്രോണുകൾ. ഈ ഡ്രോണിൻ്റെ 60% തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത്. ഇനി എന്താണ് മെയിൽ ഡ്രോണുകൾ എന്ന് നമുക്ക് നോക്കാം. ഈ മെയിൽ ഡ്രോൺ എന്ന് പറഞ്ഞാൽ MALE, മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. എന്തായാലും മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണിന് 30,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിവുണ്ട്. തുടർച്ചയായി 24 മണിക്കൂർ നേരം പറന്ന് ലക്ഷ്യസ്ഥാനങ്ങളിൽ ചെന്ന് ബോംബിടാൻ മെയിൽ ഡ്രോണിന് സാധിക്കും. കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 സേനകളിൽ മെയിൽ ഡ്രോണുകൾ യുദ്ധത്തിലേക്ക് ഉപയോഗിക്കും. ആൾനാശം കുറയ്ക്കുന്ന, അതേസമയം ശത്രു രാജ്യത്ത് നാശം വിതയ്ക്കുന്ന ഡ്രോണുകൾ ഇന്ന് ലോകത്തെവിടെയും യുദ്ധരംഗത്ത് പ്രധാന ആയുധമായിട്ട് മാറിയിരിക്കുകയാണ്. ദൂരെ ഇരുന്ന് പ്രവർത്തിപ്പിക്കാമെന്നതിനാൽ ആൾനാശം ഉണ്ടാകില്ല. ഗ്ലൈഡ് ബോംബുകളോ ആകാശത്തു നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളാണോ ഈ മെയിൽ ഡ്രോണുകളിലെ ആയുധങ്ങൾ. ആകാശത്ത് നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളാണ് മെയിൽ ഡ്രോണുകൾ ഉപയോഗിക്കുക എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ശത്രുവിൻ്റെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക, ഒരു പ്രദേശത്തിൻ്റെയോ പ്രവർത്തനങ്ങളുടെയോ മേൽനോട്ടം നടത്തുക, സൈനിക രംഗം നിരീക്ഷിക്കുക എന്നിങ്ങനെ 3 ദൗത്യങ്ങൾ നിർവഹിക്കുന്നവയാണ് ഈ മെയിൽ ഡ്രോണുകൾ. ഇതിൽ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ സഹായിക്കുന്ന ശക്തമായ സാങ്കേതിക വിദ്യകളുമുണ്ട്. അതിർത്തിയിൽ ശത്രുപക്ഷത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ഇവയ്ക്ക് കഴിയും. അതുപോലെ ശത്രുപക്ഷത്ത് എവിടെയാണ് ആക്രമിക്കേണ്ടതെന്ന് തീരുമാനിക്കാനും അവിടെ ശക്തമായി പ്രഹരമേൽപ്പിക്കാനും ഈ മെയിൽ ഡ്രോണുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല, ഡ്രോൺ ആയതുകൊണ്ട് പൈലറ്റിൻ്റെ ആവശ്യവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.